ഹേ ബഡി, ഒറ്റയ്ക്ക് പോകലേ, അവിടെ നിൽക്ക്. ഇതൊരു ഡോൾഫിൻ ആണല്ലോ, പക്ഷേ ഇതെങ്ങനെ ഇവിടെ എത്തി? അല്ല, ഇതിന് സുഖമല്ലെന്ന് തോന്നുന്നത്. ചിലപ്പോ തിരമാലകളുടെ ഒപ്പം അത് ഒഴുകി വന്നതായിരിക്കും തോന്നുന്നു. വെള്ളം കുറഞ്ഞു, പക്ഷെ ഇതിന് തിരിച്ചു പോകാൻ പറ്റിയില്ല. താങ്ക് യു ബഡി, ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിന്. നിങ്ങൾ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് ഇതിന്റെ പുറത്ത് ഒഴിക്കൂ. അങ്ങോട്ട് ചെല്ലേ. അടിപൊളി ഡോൾഫിൻ ആണല്ലോ. കുട്ടികളെ, നിങ്ങളൊക്കെ മിടുക്കന്മാരാണല്ലോ. ഈ ഡോൾഫിൻ വിൽക്കാണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും. എണീറ്റ് പോയ പിള്ളേരെ, ചെന്ന് ചോക്ലേറ്റ് കഴിക്കാൻ നോക്കി. എടോ ഹീരേ, നീ ഈ ഡോൾഫിനെ ശ്രദ്ധിക്കേ. ഞാൻ പോയിട്ട് ട്രക്കും ആയിട്ട് വരാന്നേ. ഇതിനെ അതിലെ കയറ്റി നമുക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ ഈ പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. വേണ്ട അങ്കിൾ, ഞങ്ങൾക്ക് ചോക്ലേറ്റിന്റെ ആവശ്യമില്ല. അതുകൂടാതെ ഡോൾഫിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇതിന് നല്ലോണം പരിക്കുണ്ട്. ഞാനിതിന് മരുന്ന് തേച്ചോണ്ടിരിക്കാം. എന്റെ പ്രസംഗമൊന്നും നമുക്ക് കേൾക്കണ്ട. എന്നോട് ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞത്? ഈരയ്ക്ക് ദേഷ്യം വന്നാ പിന്നെ ഭർത്താനും ഇല്ല കേട്ടോ, ആക്ഷൻ മാത്രമാ. മര്യാദക്ക് പോയി കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കുട്ടീനെ കുട്ടിയെന്നല്ലാതെ പിന്നെ തേങ്ങാന്ന് വിളിക്കണോ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈരധികം മുണ്ടൂലെ, ആക്ഷനാണ് കൂടുതൽ. ചെന്ന് പിടിക്ക്, തുളിക്കാനവനെ. എന്താ, നക്ഷത്രങ്ങളെല്ലാം തുടങ്ങിയോ? അവര് വീണ്ടും തിരിച്ചു വരും. ഡോൾഫിനെ നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒളിപ്പിക്കണം. ശിവ, ആ ഗുഹയുടെ അടുത്ത് ചെറിയ ഒരു കുളം ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ ഒളിപ്പിക്കാം. പക്ഷെ ഇതിനെ എങ്ങനെ നമ്മൾ അവിടെ വരെ കൊണ്ടുപോകും? ഒരു വഴിയുണ്ട്. നോക്കൂ ഡോൾഫി, നീ ഇവിടെ തന്നെ ഇരിക്കണേ. നിനക്കുള്ള ഭക്ഷണവുമായി ഞങ്ങൾ വീണ്ടും വരാം. ഓക്കേ? വെള്ളം വരാൻ വേണ്ടി നമ്മൾ വരമ്പുണ്ടാക്കിയില്ലേ, അത് എത്രയും പെട്ടെന്ന് നമ്മൾ അടച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഡോൾഫിൻ ഇവിടെ ഉള്ള കാര്യം ആ ദുഷ്ടന്മാരെ മനത്തറിയും.
ശിവ, നീ ആർക്ക് കൊടുക്കാനായി മീൻ വാങ്ങിച്ചത്? മുത്തശ്ശി, കടലിലുള്ള ഡോൾഫിന് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ മോനെ ശിവ, കരയെ തന്നെ നീ നിക്കണം കേട്ടോ. കടൽ വെള്ളത്തിന്റെ അടുത്തേക്ക് ഒരുപാട് പോകരുതേ. അങ്ങോട്ട് ചെല്ലോ. ഡോൾഫി, ഡോൾഫി, നോക്ക്, നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. എന്താ? ശിവ, ഒരു ദിവസം നമ്മുടെ ഗ്രാമത്തിലെ കുളത്തിൽ നിന്ന് ഒരു ഷാർക്ക് മുറിവായി പുറത്തേക്ക് വീണു. കാട്ടിലെ ജന്തുക്കൾ അതിനെ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്താ ഞാൻ അവിടെ എത്തിയത്. ഇതെന്തിനാ വെള്ളം എറിഞ്ഞത്? ഇപ്പൊ ഇതിന് പോലും മനസ്സിലായി നീ ബടായി അറിയാണെന്ന്. കുളത്തില് എങ്ങനെയാടാ ഷാർക്ക് ഉണ്ടാവാ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡോൾഫിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ച് കടലിൽ കൊണ്ടെത്തിക്കണം. ഇപ്പൊ പറ്റില്ല രേവ, ഇതിന്റെ മുറിവ് ഇനിയും ഉണങ്ങാൻ ബാക്കിയുണ്ട്. അതുമല്ലാതെ ആ ദുഷ്ടന്മാര് ഇതിനെ കടലിൽ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചു ദിവസം കാത്തിരിക്കാം. അതുവരെ നമുക്ക് ഈ ഡോൾഫിനെ കുറച്ച് സ്റ്റണ്ട് പഠിപ്പിക്കാം. ഡോൾഫിൻ വളരെ ഇന്റലിജന്റ് ആണ്, അറിയോ? ഏത് കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവ് അതിനുണ്ട്. യൂടി, നീ റിംഗ് പിടിക്ക. ഞാനും ആ ഷാർക്കിന് ഇതുപോലത്തെ റിംഗ്. നീ ഡോൾഫിന്റെ മുന്നിൽ ഇങ്ങനെ ബടായി അടിക്കല്ലേ, അതിന് ഇഷ്ടാവുന്നില്ല. ഡോൾഫി, ഇതാണ് റിംഗ്. നീ പറന്ന് ഇതിൽ കൂടി വന്ന് ഈ റിംഗിന്റെ അകത്ത് കൂടി കടക്കണം. നീ അപ്പുറത്ത് കൂടി കടന്നു വരുമ്പോ നിനക്ക് കഴിക്കാനായിട്ട് മീൻ തരും. ഓക്കേ? ഡോൾഫി, ഇങ്ങനെയല്ല. നീ ചാടി റിംഗിന്റെ അകത്ത് കൂടി മറുവശം വരണം. ഇല്ല, ഇത് വളരെ സിമ്പിളാ. ചെയ്തു നോക്ക്. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ അല്ല ഡോൾഫി, അങ്ങനെയല്ല. ഇത് നോക്ക്, ബഡ് നിനക്ക് ചെയ്ത് കാണിക്കും. Come on, buddy, jump! സൂപ്പർ ബഡി. കണ്ടില്ലേ ഡോൾഫി, ഇങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെയല്ല ഡോൾഫി, നീ വെള്ളത്തിൽ കൂടി വേണം ചെയ്യാനായിട്ട്. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല കേട്ടാ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ ശരി ശിവ, ഇനി ഡോൾഫിനെ വേറെ ചിലതും കൂടി പഠിപ്പിക്കാൻ നോക്കാം. ശരി ഡോൾഫി, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. നാളെ നിന്റെ വീട്ടിലെത്തിക്കാം. ഗുഡ് നൈറ്റ്. എനിക്ക് തോന്നുന്നത് നമ്മളെ വിട്ടു പോവാൻ ഡോൾഫിക്ക് ഇഷ്ടമല്ല എന്നാണ്. ഡോൾഫി, നീ തീർച്ചയായിട്ടും പോയേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ആ ദുഷ്ടന്മാര് വീണ്ടും കണ്ടുപിടിക്കും. നിന്നെ വിട്ടു പോവാൻ ഞങ്ങൾക്കും വിഷമമുണ്ട്, പക്ഷെ ഞങ്ങൾ നിർബന്ധിതരാണ്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.
ഡോൾഫി 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 അതെന്തായാലും പോയത് നന്നായി. എപ്പോ നോക്കിയാലും അത് എന്റെ മുഖത്തല്ലേ വെള്ളം തെറിപ്പിച്ചോണ്ടിരുന്നത്. അല്ല, ഞാനത് വെറുതെ പറഞ്ഞതോ. വരുവൻ വരുവൻ, നിങ്ങളുടെ നഗരത്തിൽ ഇത് ആദ്യമായി ഡോൾഫിൻ ഷോ ഇന്ന് വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ്. ടിക്കറ്റ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വന്ന് ടിക്കറ്റ് വാങ്ങുവിൻ. ഡോൾഫിന്റെ രസകരമായ കാഴ്ചകൾ ആദ്യമായി നിങ്ങൾ കാണാൻ പോവുകയാണ്. വരുവിൻ വരുവിൻ. ട്രെവർ, ഈ ഡോൾഫിന്റെ സ്റ്റൺസ് നമ്മുടെ ഡോൾഫിന്റെ പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ അവൾ എങ്ങനെയാ ഇതുവരെ എത്തുക? ഇത് നമ്മുടെ ഡോൾഫിനാ. കണ്ടില്ലേ, അത് എന്റെ മുഖത്ത് മാത്രം വെള്ളം തെറിപ്പിച്ചത്. ലഡ്ഡു സിംഗ് സർ, ഇത് ഞങ്ങളുടെ പരിക്കേറ്റ ഡോൾഫിൻ ആയിരുന്നു. അവര് തട്ടിയെടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കള്ളന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിലും ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് ഇപ്പൊ തന്നെ വരുമെന്ന്. കണ്ടല്ലോ, എല്ലാവർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ലഡ്ഡു സിംഗ് സർ, ഇതാണ് ആൾക്കാര് എന്റെ ഡോൾഫിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ. അപ്പൊ അതിന്റെ അർത്ഥം ആ കേവിൽ നിന്ന് ഇവര് ഡോൾഫിനെ മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കാണ്. നിന്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഇത് നിന്റെ ഡോൾഫിൻ ആണെന്ന് പറയാൻ? എല്ലാ ഡോൾഫിനും കാണാൻ ഒരുപോലെ ഉണ്ടാവും. തെളിവ് ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. Hey Dolphy, come on, come here. ശിവ പറയുന്നത് സത്യമാണ്. ഞാൻ സംസാരിക്കുന്നത് കുറവായിരിക്കും, പക്ഷെ എന്റെ ആക്ഷൻ കൂടുതലാണ്. എന്ന് പറഞ്ഞോ? ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, വേഗം ഓടി രക്ഷപ്പെട്ടോ, വേഗം വേഗം ഓടിക്കോളൂ, ഓടിക്കോ. വേഗം ഡോൾഫിനെ പിടിച്ച് കണ്ടെയ്നറിലിട്. വേഗം വേഗം.
പോ. എന്റെ കൈയുടെ ബല അറിയില്ല നിനക്ക്. തൊട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്തോന്നാ മേടിച്ച് നോക്കുന്നേ? കൊടുക്കാനിട്ട് വേണ്ട. ഒന്നിന് കൂടുതൽ പൂളുകളുണ്ട്. ഓരോന്നായിട്ട് ജമ്പ് ചെയ്ത് നീ കടലേക്ക് പോകാൻ നോക്കണം. ഞാൻ റെഡി എന്ന് പറഞ്ഞതിന് ശേഷം നീ ശക്തിയോടെ ജമ്പ് ചെയ്യണം. ഓക്കേ? അതായത് ജമ്പ് സ്വിം, ജമ്പ് സ്വിം ആൻഡ് ജമ്പ്. ഓക്കേ, മനസ്സിലായല്ലോ? സ്വിം നൗ. നീ ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കണം, അതും കടലിൽ എത്തുന്നവരെ. ഓക്കേ? ഇത് നിന്റെ ലാസ്റ്റ് ജമ്പാണ് ഡോൾഫി. അതിനുശേഷം എന്നേക്കുമായി നിനക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം കഴിയാം. ജമ്പ് ഡോൾഫി. ഡോൾഫി, ഇത് കണ്ടില്ലേ നിന്റെ ഫ്രണ്ട്സ്? ഇനി നിനക്ക് പോയേ പറ്റൂ. വേണ്ട ഡോൾഫി, നീ പോയേ പറ്റൂ. നിന്റെ ശരിക്കുള്ള വീട് അതാണ്. നിന്റെ കൂട്ടത്തിനൊപ്പം നീ ജീവിക്കണം. ഞാൻ എന്നും നിന്നെ ഓർക്കും ഡോൾഫി. ഗുഡ് ബൈ.